നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ആണ്. സോഷ്യൽ സ്റ്റഡീസിലെ പാഠത്തിന്റെ പേര് ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവുമാണ്. അപ്പം ഇന്നലെ നമ്മൾ പഠിച്ചതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഋതുക്കൾ, സീസൺസ്. നമുക്കറിയാം അല്ലേ, സീസൺസ് എന്ന് ധാരാളം PYക്ക് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് SCRT സീരീസ് എസ്പെഷ്യലി നമ്മൾ LGS സെക്ഷൻസിലൊക്കെ വളരെ നോക്കേണ്ട ഒരു പാഠമാണ്, ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള പാഠമാണ്. അപ്പം നമുക്കറിയാം പ്രധാനമായിട്ട് വസന്തകാലമുണ്ട്, ഗ്രീഷ്മകാലമുണ്ട്, ശരത് കാലമുണ്ട്, ശൈത്യകാലമുണ്ട്. വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത് കാലം, ശൈത്യകാലം. അപ്പം ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വസന്തകാലം അല്ലെ എല്ലാം പുഷ്പിച്ചൊക്കെ നിൽക്കുന്നത്. ഗ്രീഷ്മകാലത്തെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. നോക്കൂ, ശരത്കാലത്തിന്റെ പ്രത്യേകത ആ മരത്തിലുള്ള ഒരു ഇലകളും തന്നെ അവിടെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ശൈത്യകാലം, മഞ്ഞ് മൂടിക്കിടക്കുന്ന മരങ്ങളെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ എന്തിന്റെ ബേസിസിലാണ്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ചാണ് എന്ത് സൃഷ്ടിക്കപ്പെടുന്നത്? കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഓർത്തു വെക്കുക, സ്റ്റേറ്റ്മെന്റിന് ചോദിക്കാൻ പറ്റും. ഈ കാലയളവിനെ ഋതുക്കൾ എന്ന് വിളിക്കുന്നു. അതിന്റെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ മാറുമെന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മൾ ഋതുക്കൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണിത്. അപ്പം ഏതൊക്കെ കാരണം കൊണ്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നതിൽ പല പല കാലാവസ്ഥാ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഭൂമിയുടെ പരിക്രമണവും അതുപോലെ തന്നെ സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ്. ഭൂമിയുടെ റെവല്യൂഷനും അതുപോലെ നമുക്ക് എന്താണ് സൂര്യന്റെ പ്രകാശം അല്ലെ, സൂര്യന്റെ ചൂട്, പ്രകാശത്തിന്റെ ലഭ്യതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കുറവുണ്ടാകുമ്പോൾ അതനുസരിച്ച് മാറുന്നു, കൂടുതലുണ്ടാകുമ്പോൾ അതനുസരിച്ച് മാറുന്നു. ഇനി ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുഭേദങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ച 365 ദിവസം അല്ലെ, ഓരോ കാൽ ദിവസത്തെയും നമ്മൾ ഒന്നായിട്ട് 4 വർഷത്തിൽ 366 ദിവസമായി കണക്ക് കൂട്ടി ലീപ്പ് ഇയർ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ഒരു വർഷത്തിൽ എന്താണ്, ഏതൊക്കെ പ്രധാന കാലങ്ങളാണ്? ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം, ഈ നാല് കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നു അല്ലെ. ഒരു പർട്ടിക്കുലർ നമുക്കറിയാം നമുക്ക് സമ്മർ ഹോളിഡേയ്സ് വരുന്ന സമയം ഏതാണ്? അത് സമ്മർ വെക്കേഷൻ വരുന്നു അല്ലെ. അപ്പൊ സമ്മർ സീസൺ, മൺസൂൺ സീസൺ അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ്? വസന്തകാലം, അതുപോലെ ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. അപ്പം നമ്മളിവിടെ പഠിച്ചത് 2 പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ചാണ് ഓരോ പ്രദേശത്തും കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവയെ നമ്മൾ ഋതുക്കൾ എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു? ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുമാണ് ഇതിന് കാരണമാകുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. പിന്നെ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന 4 കാലങ്ങളെ കുറിച്ച് പറയാം. വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. ഇത് ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്നു എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ ഋതുഭേദങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി കൃത്യമായിട്ട് പറഞ്ഞാല് വസന്തകാലം, നോക്കൂ, പൂക്കളെല്ലാം വിടർന്നു നിൽക്കുന്ന വസന്തകാലത്തെ നമ്മൾ ഇംഗ്ലീഷിൽ സ്പ്രിംഗ് എന്ന് പറയും. അപ്പൊ എന്താണ് വസന്തകാലത്തിന്റെ പ്രത്യേകതകൾ? സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ചോദിക്കാം, സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാലത്തെ പറയുന്നു വസന്തകാലം എന്ന്. ഇക്കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. ഈ കാലത്ത് എന്താണ് സ്പ്രിംഗിന്റെ പ്രത്യേകത? പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. എന്താണ് സ്പ്രിംഗ് അഥവാ വസന്തകാലത്തിന്റെ പ്രത്യേകത? പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. പകൽ ഇന്നലെ നമ്മൾ പഠിച്ചു അല്ലേ, അയനം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പകലിന്റെയും എന്താണ് രാത്രിയുടെയും ഏറ്റക്കുറച്ചിലുകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ പാർട്ടിൽ, ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം സ്പ്രിംഗിൽ പ്രത്യേകത പറയടാ, സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നത് വസന്തകാലത്തിലാണ്. ഓർക്കും. അടുത്തത് 2ാമത്തെ കാലം നിങ്ങൾക്ക് കാണാം, ഉണ്ടോ? ചൂട്
ടെമ്പറേച്ചറിന്റെ പിക്ചർ കാണിച്ചിരിക്കുന്നു. നോക്കാം, ഗ്രീഷ്മകാലം അഥവാ സമ്മർ. ഗ്രീഷ്മകാലം അഥവാ സമ്മർ എന്താണ്? ഉയർന്ന അന്തരീക്ഷ താപനില. അപ്പൊ ഉയർന്ന അന്തരീക്ഷ താപനില ഇത് നമുക്കറിയാം, സമ്മർ അല്ലെ. പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ. അപ്പം പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നത് സ്പ്രിംഗ് അഥവാ വസന്തകാലത്തില്. പകലിന്റെ ദൈർഘ്യം പൊതുവെ കൂടുതൽ എന്നുള്ളത് ഗ്രീഷ്മകാലം അഥവാ സമ്മർ സീസണിലാണെന്നത് ഓർക്കുക. അടുത്തത് ശരത് കാലമാണ്. ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു. അപ്പൊ ശരത് കാലത്തിന്റെ പ്രത്യേകത എന്താണ്? വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു. അപ്പം ഇല പൊഴിക്കും മാസം അല്ലെങ്കിൽ ഇല പൊഴിക്കും കാലത്തെയാണ് നമ്മൾ ശരത് കാലം എന്ന് പറയുന്നത്. അപ്പൊ ശരത്തിന്റെ ഇല ഇഷ്ടമല്ല എന്നങ്ങ് ഓർത്താൽ മതി. അപ്പൊ ഇല പൊഴിക്കുന്നു. ശരത് കാലം എന്താണ്? ഓട്ടം. ഓക്കെ. ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു. അപ്പം ഇക്കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞു സ്പ്രിംഗില് ക്രമേണ കൂടി വരുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓട്ടം അഥവാ ശരത് കാലം. ഇവിടെ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു എന്നത് ഓർക്കുക. ഇനിയും അടുത്തത് ശൈത്യകാലം, വിന്റർ സീസൺ അല്ലെ. അപ്പം നമുക്കറിയാം, ഈ പിക്ചറിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് വിന്റർ സീസൺ എന്താണെന്ന് അറിയാം. മഞ്ഞ് പൊഴിയും മാസമാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? കുറഞ്ഞ അന്തരീക്ഷ താപനില, മഞ്ഞുവീഴ്ച, പൊതുവെ ദൈർഘ്യമേറിയ രാത്രികൾ. ദൈർഘ്യമേറിയ രാത്രികൾ ഏത് കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ, ഏത് സീസണിലാണെന്ന് ചോദിച്ചാൽ അത് വിന്റർ സീസൺ ആണ്, ശൈത്യകാലമാണ്. അപ്പം വസന്തകാലം എന്താണ്? സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാലമാണ് വസന്തകാലം. പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓട്ടം. പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓർത്തു വെക്കുക. സ്പ്രിംഗ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓട്ടം എന്ന് ഓർത്തു വെക്കുക. അടുത്തത് പകൽ. ഇവിടെ നോക്കൂ, ദൈർഘ്യമേറിയ പകലുള്ളത് സമ്മർ സീസണിലാണ്. ദൈർഘ്യമേറിയ പകലുള്ളത് സമ്മർ സീസൺ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? ദൈർഘ്യമേറിയ രാത്രികൾ ഉള്ളത് ശൈത്യകാലം അഥവാ വിന്റർ സീസൺ. അപ്പൊ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചോളൂ, ഓർത്തു വെച്ചോളൂ, കൺഫ്യൂസ് ആകരുത്, കൃത്യമായിട്ട് പഠിക്കൂ. അപ്പൊ നമ്മൾ 4 സീസണെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനിയും ഈ സമയത്തുള്ള സൂര്യന്റെ അയനമാണ് പറയുന്നത്. നമ്മൾ ഇതിന്റെ പാർട്ട് 1-ൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെ നമ്മൾ വീണ്ടും പറയുന്നത്. അതിൽ നമ്മൾ കാലം, അതായത് ഋതുക്കളെയും കൂടി കമ്പയർ ചെയ്താണ് ഇവിടെ പറയുന്നത്. നോക്കാമെടാ, സൂര്യന്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക്. അപ്പം ഇവിടെ എന്താണ് നോക്കടാ? ഭൂമധ്യരേഖയിൽ നിന്നുള്ള ഉത്തരായന രേഖയിലേക്കുള്ള മൂവ്മെന്റ് ആണ്. ഏത്? ആ സമയത്ത് ആ കാലയളവ് ശ്രദ്ധിച്ചു നോക്കൂ. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. എന്നാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. അപ്പം ഈ കാലത്തെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത് കാലവും, ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത് കാലവും. അപ്പം വസന്തയും ശരത്തും, ഉത്തരയും വസന്തയും ദക്ഷിണയും ശരത്തും, അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയന കാലഘട്ടത്തെയാണ്. ഏതാണ് കാലഘട്ടം? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. മാർച്ച് മുതൽ ജൂൺ വരെ. അപ്പം ആ കാലം ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത് കാലവും. ഓക്കെ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ സമയത്ത് എന്താണ്? വസന്തകാലമാണ്. സദേൺ ഹെമിസ്ഫിയറിൽ ശരത് കാലമാണ്. ഓർത്തു വെക്കുക കാലം. ഈ ചാർട്ട് കൃത്യമായിട്ട് ഓർക്കുക. അടുത്തത് ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണ്ടു? ഉത്തരായന രേഖയിൽ നിന്നും മുകളിലേക്ക് പോകുന്നത് കണ്ടു അല്ലെ. ഇനി രണ്ടാമത്തെ ഇവിടെ എന്താണ് കാണുന്നത്? തിരിച്ചു വരികയാണ് അല്ലെ. ആ ഉത്തരായന രേഖയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യ രേഖയിലേക്ക് തിരിച്ചു വരുന്ന കാലഘട്ടമാണ് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ. അപ്പം ജൂൺ 21 തിരിച്ച് സെപ്റ്റംബർ 23 വരെ ആകുമ്പോൾ ഏകദേശം ഭൂമധ്യ രേഖയിലെത്തുന്നു. ആ കാലഘട്ടം ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലം, ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവും. ഓർക്കുന്നുണ്ട്? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത് നോക്കൂ, ഭൂമധ്യ രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക്. ഭൂമധ്യരേഖയിൽ നിന്നും
ദക്ഷിണായ രേഖയിലേക്കുള്ള മൂവ്മെന്റ് ആണ്. കാലഘട്ടം പറയൂ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. സെപ്റ്റംബർ 23 തിരിച്ച് ഡിസംബർ 22 ആവുമ്പോൾ എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖയിലേക്ക് എത്തുന്നു. ആ കാലഘട്ടം ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവും, ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവും എന്നുള്ളത് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തത് ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക്. തിരിച്ച് ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുകയാണ് കേട്ടോ. 0 ഡിഗ്രി ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ദക്ഷിണായന രേഖയിൽ നിന്നും തിരിച്ച് ഭൂമധ്യരേഖയിലേക്ക് പോകുന്നു. എപ്പോഴാണ്? ഡിസംബർ 22 തുടങ്ങി മാർച്ച് 21 ആവുമ്പോൾ എന്താണ്? ഇത് നേരെ എവിടെ എത്തുന്നു? ഭൂമധ്യരേഖയിൽ എത്തുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സെപ്റ്റംബർ 23 മാർച്ച് 21 ഈ 2 ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഉത്തരാർദ്ധഗോളത്തിലായിക്കോട്ടെ ദക്ഷിണാർദ്ധഗോളത്തിലായിക്കോട്ടെ പകലിന്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും ഒരുപോലെ വരുന്നു എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സൂര്യന്റെ അയനം, ആ കാലയളവ്, ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കുക, ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് മാർച്ച് 21 തുടങ്ങി ജൂൺ 21 ആവുമ്പോൾ എവിടെ എത്തുന്നു? ഉത്തരായന രേഖയിലേക്ക് എത്തുന്നു. അപ്പൊ മാർച്ചിൽ എവിടെയാണ് ഇരിക്കുന്നത്? എന്താണ്? ഇക്വേറ്ററിൽ നിന്നും നേരെ ഉത്തരായന രേഖയിലേക്ക്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. ഉത്തരായന രേഖയിലേക്ക് എത്തുന്നു. ഇക്വേറ്ററിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് എത്തുന്നു. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവുമാണ്. ഇനിയും അടുത്തത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ആവുമ്പോൾ എന്താണ്? തിരിച്ചുള്ളതാണ് അല്ലെ. ഉത്തരായന രേഖയിൽ നിന്ന് തിരിച്ച് ഭൂമധ്യരേഖയിലേക്ക് പോകുന്നു. അത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമാണ്. ഇനിയും ഭൂമധ്യരേഖയിൽ നിന്നും വീണ്ടും അടുത്തത് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകുന്നു. അത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ശരത്കാലം ഉത്തരാർദ്ധഗോളത്തിൽ, വസന്തകാലം ദക്ഷിണാർദ്ധഗോളത്തിലാണ്. എന്നാൽ ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു പോകുന്നത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ്. ഇത് ശൈത്യകാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഗ്രീഷ്മകാലമാണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പിക്ചർ ഒന്ന് വരച്ചു വെച്ചിട്ട് ആ ഡേറ്റുകളിനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലത്തിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനത്തിന് എന്ത് മാറ്റമുണ്ടാകും? എന്താണ് മാറ്റമുണ്ടാകുന്നത്? ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് ആണ് ആ മൂവ്മെന്റ്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലത്തിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെ നിന്നാണ്? ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്കാണ്. ഓക്കെ, ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ് എന്ന് ചോദിക്കാം. അപ്പൊ ദക്ഷിണാർത്ഥത്തിൽ ശരത്കാലമാണെങ്കിൽ വസന്തകാലമാണ്, സ്പ്രിംഗ് ആണ് കേട്ടോ. സ്പ്രിംഗ് ആണ്. ശരത് എന്ന് പറയുന്നത് ഓട്ടമാണ്. ഓക്കെ, ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ് എന്ന് ചോദിച്ചാൽ അത് വസന്തകാലമാണ്, സ്പ്രിംഗ് ആണ്. ഓക്കെ, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? അവിടെ ഗ്രീഷ്മകാലമാണ്, സമ്മർ സീസൺ ആണ്. ഓർത്തു വയ്ക്കുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പം സൂര്യന്റെ ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. സൂര്യന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സൂര്യൻ മാർച്ച് 21 തുടങ്ങി മാർച്ച് ജൂൺ ആവുമ്പോൾ ഇവിടെ എത്തുന്നു. തിരിച്ച് ജൂണിൽ നിന്നും സെപ്റ്റംബർ ആവുമ്പോൾ വീണ്ടും എവിടെ എത്തുന്നു? നമ്മുടെ ഇക്വേറ്ററിൽ എത്തുന്നു. തിരിച്ച് അടുത്ത ഡിസംബർ ആവുമ്പോൾ ഡിസംബർ 22 ആവുമ്പോൾ ഇത് ദക്ഷിണായന ഇതിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും മാർച്ച് ആവുമ്പോൾ തിരിച്ചെത്തുന്നു. അപ്പോൾ ഒരു മൂവ്മെൻ്റ് ആണ്. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു, അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, അതിനുശേഷം ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം ആ സമയത്തുണ്ടാകുന്ന
എന്താണ് താപത്തിലുണ്ടാകുന്ന വ്യത്യാസം, പകലിനും രാത്രിയിലും ഉണ്ടാകുന്ന വ്യത്യാസം, ഋതുഭേദങ്ങൾ, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഉണ്ടാകുന്ന ഋതുഭേദങ്ങൾ, ഇവയൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അടുത്തത് ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ കുറിച്ചാണ് പറയുന്നത്. ഋതുക്കളെ പൊതുവെ 4 തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായി കണക്കാക്കുന്നു. അപ്പം 6 വ്യത്യസ്ത ഋതുക്കളാണ് ഇന്ത്യയിൽ. അത് ഏതൊക്കെയാണ്? വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. അപ്പം ഇന്ത്യയുടെ ഒരു അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് 6 വ്യത്യസ്ത ഋതുക്കളാണ് കൺസിഡർ ചെയ്യുന്നത്. 6 വ്യത്യസ്ത ഋതുക്കൾ. അപ്പൊ വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, അതുപോലെ തന്നെ ശിശിരകാലം. ഇവിടെ നോക്കണം, വസന്തകാലത്തിന്റെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വസന്തകാലം. മാർച്ച് ഏപ്രിൽ, വസന്തകാലം മാർച്ച് ഏപ്രിൽ. വസന്ത എക്കാരിയാണെന്ന് വല്ല ഒന്ന് ഓർത്തു വെക്കാം. മാർച്ചിലും ഏപ്രിലുമാണ്. അടുത്ത ഗ്രീഷ്മകാലം മെയ് ജൂൺ ആണ്. മെയ് ജൂൺ, ഗ്രീഷ്മ MJ അങ്ങനെ വല്ലതും നിങ്ങളൊന്ന് കണക്ട് ചെയ്തോ. മെയ്യും ജൂണുമാണ് ഗ്രീഷ്മകാലമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി വർഷകാലം നമ്മുടെ മൺസൂൺ സീസൺ, മഴക്കാലം, ജൂലൈയും ഓഗസ്റ്റും ആണ്. ജൂലൈയും ഓഗസ്റ്റും. ശരത്കാലം സെപ്റ്റംബറും ഒക്ടോബറുമാണ്. ശരത്കാലം നമ്മൾ ഇന്നലെ പറഞ്ഞു, ശരത്ത് SHAT. അപ്പം അതുപോലെ നിങ്ങൾ ശരത്കാലം S വെച്ചിട്ടും സെപ്റ്റംബറിലാണെന്ന് വെച്ച് കണക്ക്. സോ സെപ്റ്റംബറും ഒക്ടോബറും. അടുത്ത ഹേമന്തകാലം നവംബറും ഡിസംബറും. ഹേമന്തകാലം എന്നാണ്? നവംബറും ഡിസംബറുമാണ്. ശിശിരകാലമോ? അത് ജനുവരിയും ഫെബ്രുവരിയുമാണ്. ശിശിരകാലം ജനുവരിയും ഫെബ്രുവരിയുമാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്കിതൊന്നും കൂടി ഒന്ന് പറയാം. വസന്ത MA മാർച്ചിൽ തുടങ്ങിയ 6 മാസമാണ്. അപ്പം വസന്തം മാർച്ചിൽ തുടങ്ങി, മാർച്ച് ഏപ്രിൽ. അടുത്ത ഗ്രീഷ്മകാലം ആവുമ്പോഴോ മെയ്യും ജൂണും. വർഷകാലം ജൂലൈ ഓഗസ്റ്റ്. ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ. ഹേമന്തകാലം നവംബർ ഡിസംബർ. ലാസ്റ്റ് ശിശിരകാലം ജനുവരി ഫെബ്രുവരി. ഓർത്തു വെക്കുക, കോഡ് വെക്കുക, നിങ്ങളുടേതായ രീതിയിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. അടുത്തത് ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. നോക്കണ, ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അഥവാ അതിന്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ സമയം ആവശ്യമാണ്. അപ്പൊ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ, ഭ്രമണം എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻ. നമ്മളിത് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു. പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അതിന്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാൻ, ഭ്രമണം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി തിരിയുന്നതിന് വേണ്ടി 24 മണിക്കൂർ സമയം, നമ്മൾ ഇന്നലെ അതിനെ കൺവേർട്ട് ചെയ്ത് പറഞ്ഞു ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, ആവശ്യമാണ്. 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ. അപ്പൊ 15 ഡിഗ്രി തിരിയാൻ എന്താണ് വേണ്ടത്? 1 മണിക്കൂർ വേണം. അത് ഓർത്ത് വെച്ചേക്കുക. 15 ഡിഗ്രി 1 അവർ അല്ലെങ്കിൽ 60 മിനിറ്റ് എടുത്താണ് 15 ഡിഗ്രി തിരിയുന്നത്. എങ്കിൽ 1 ഡിഗ്രി കടക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം 1 മണിക്കൂർ, 15 ഡിഗ്രി തിരിയാനായിട്ട് 1 മണിക്കൂർ വേണം. 1 അവർ അല്ലെങ്കിൽ 60 മിനിറ്റ് വേണം. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, എങ്കിൽ 1 ഡിഗ്രി കടക്കാൻ എത്ര വേണം? നോക്കൂ, ഇവിടെ 15 ഡിഗ്രി 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറിനെ നമുക്ക് എന്ത് പറയാം? 60 മിനിറ്റ്. അപ്പം 60/15 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കിട്ടും. 4 മിനിറ്റ് വേണം. ഓർത്തു വെക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? 1 ഡിഗ്രി തിരിയാൻ എത്ര നേരം വേണം? 4 മിനിറ്റ് വേണം. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി തിരിയുന്നു. ഓർത്തു വെക്കുക, ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അതിന്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാനായിട്ട് 24 മണിക്കൂർ സമയമാണ് ആവശ്യം. ഓർത്തു വെക്കുക, 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ അഥവാ 60 മിനിറ്റ്. 1 ഡിഗ്രി തിരിയുന്നതിന് വേണ്ടി 4 മിനിറ്റ് ആണ് വേണ്ടത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എടാ, ഇതിന്റെ ബേസിസിൽ ഈ സമയമാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ നോക്കടാ, ലോസ് ഏഞ്ചൽസിൽ ജനുവരി 14 11 മണിയാണ് എങ്കിൽ മെക്സിക്കോയിൽ അതേ ദിവസം 1 PM ആയിട്ട് മാറുന്നു. അതിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ, ന്യൂയോർക്കിൽ അത് 2 PM, അതുപോലെ തന്നെ ബ്രസീലിൽ 4 PM, ലണ്ടനിൽ അത് 7 PM, അതുപോലെ തന്നെ ബാഴ്സലോണയിൽ 8 PM, നോക്കൂ കേപ്പ് ടൗണിൽ 9 PM, മോസ്കോയിൽ ജനുവരി 14 10 PM ആണ്, ഡൽഹി
ആ സമയം ജനുവരി 15 12:30 AM. അപ്പം ആ സമയ വ്യത്യാസം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധയോടെ ഓർത്തു വെക്കുക. ഇവിടെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് എടുത്തിട്ടാണ് 15 ഡിഗ്രി തിരിയുന്നത് എങ്കിൽ 1 ഡിഗ്രി തിരിയാനായിട്ട് 4 മിനിറ്റ് വേണ്ടതായിട്ട് വരും. അപ്പോൾ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാനെന്നായിരിക്കും ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ നിങ്ങളത് കണക്ട് ചെയ്തോണം. ഒരു ഭ്രമണമാണ് എന്നുള്ളതും കണക്ട് ചെയ്തോണം. അടുത്തത് പ്രാദേശിക സമയം എങ്ങനെ കണക്കാക്കുന്നു എന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം. പണ്ടു കാലങ്ങള് നിഴലിനെയും സൂര്യന്റെ ഉച്ചസ്ഥാനത്തെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിർണയിച്ചിരുന്നത്. അപ്പൊ പണ്ട് കാലത്ത് എന്തിനെ? നിഴലിനെയും സൂര്യന്റെ ഉച്ചസ്ഥാനത്തെയും അപ്പം സൂര്യന്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് മുകളിലാണ്. കറക്റ്റ് നമ്മുടെ സൂര്യന്റെ സ്ഥാനം നേരെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക 12 മണി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം ഇതുപോലെ നിഴലിന്റെ നീളം, സൂര്യന്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് പ്രാദേശിക സമയം? നിഴലിന്റെ നീളം, സൂര്യന്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയം എന്ന് പറയുന്നു. ഇങ്ങനെയും ചോദിക്കാം, പ്രാദേശിക സമയം കണക്കാക്കുന്നത് എന്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്? താഴെ സ്റ്റേറ്റ്മെന്റ് തരും, നിഴലിന്റെ നീളം, സൂര്യന്റെ സ്ഥാനം, മറ്റൊരു സ്റ്റേറ്റ്മെന്റ് തരും. അപ്പം ഓർത്തു വയ്ക്കുക, പ്രാദേശിക സമയം കണക്കാക്കുന്നത് നിഴലിന്റെ നീളവും സൂര്യന്റെ സ്ഥാനവും അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം? നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം. ഇവിടെ നോക്കൂ, ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഓരോ രേഖാംശം അക്ഷാംശം ഇത് ഇങ്ങനെ പോകുന്നതാണ് രേഖാംശ രേഖ. ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് രേഖാംശ രേഖ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് സംഭവം? ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കുമെന്ന് നമുക്കറിയാം അല്ലെ? ഇങ്ങനെ സംഭവിച്ചാലുള്ള പ്രശ്നം എന്താണ്? അപ്പം ഒരു രാജ്യത്തിന്റെ അകത്ത് തന്നെ പല പല സമയങ്ങൾ ഉണ്ടാകുന്നു. ഇത് ബുദ്ധിമുട്ടല്ലേ? എവിടെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്? പരീക്ഷകൾ അറേഞ്ച് ചെയ്യുമ്പോൾ, റെയിൽവേ ടൈം അറേഞ്ച് ചെയ്യുമ്പോൾ, റേഡിയോ സംപ്രേഷണം നടക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളിൽ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ പല പല സമയങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നു. അപ്പൊ ഇവിടെ ചോദിക്കാം, അപ്പൊ ഈ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ടൈം കാൽക്കുലേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലം, അതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അന്താരാഷ്ട്ര ധാരണയുണ്ട്, ഒരു ഇന്റർനാഷണൽ ഒരു പാക്ട് ഉണ്ട് അല്ലെ? അതിന്റെ ബേസിസിൽ എന്താണ്? 7.5 രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നു. അപ്പൊ ചോദിക്കാം, ഏത് രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്നവയാണ് മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നത്? അത് 7.5 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഓർത്തു വെക്കുക. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിന്റെ മാനക സമയമായി കണക്കാക്കുന്നു. അപ്പം ഇങ്ങനെ 7 വെച്ചിട്ട് കണക്ക് കൂട്ടുന്ന ഓരോ രാജ്യങ്ങളും ഇങ്ങനെ കണക്ക് കൂട്ടും. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന മാനക, അതായത് സ്റ്റാൻഡേർഡ് ടൈം, രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിന്റെ സമയമായിട്ട് കണക്കാക്കുന്നു, ആ രാജ്യത്തിന്റെ മാനക സമയമായിട്ട് കണക്കാക്കുന്നു. ഇനിയും ജന്തർ മന്തർ എന്താണ്? ഇവിടെ നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ, ശ്രദ്ധിക്കുക, 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്തർ. അപ്പൊ ജന്തർ മന്തർ ആരാണ് നിർമ്മിച്ചത്? ജയ്പൂരിലെ 18-ാം നൂറ്റാണ്ടിലെ ജയ്പൂർ ഭരിച്ചിരുന്ന മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമനാണ് ജന്തർ മന്തർ നിർമ്മിക്കുന്നത്. ജയ്പൂരിലാണ് നിർമ്മിക്കുന്നത്. എന്താണിത്? ഇതൊരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ്. ഓക്കെ, എന്താണ് പ്രത്യേകത? ഇതിൽ 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നു. ഇവ ഉപയോഗിച്ച് നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സാധിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. നോക്കൂ,
ഇതിൽ ഏകദേശം 20 പ്രധാന ഉപകരണങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ, നേക്കഡ് ഐസ് കൊണ്ട് തന്നെ നമുക്ക് ജ്യോതിഷ സ്ഥാനങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ നിർമ്മിതിയുടെ പ്രാധാന്യം. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ്. അപ്പം ഇന്ത്യയിൽ മൊത്തം 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് നമ്മുടെ 18-ാം നൂറ്റാണ്ടിലെ മഹാരാജാവായ ജെയിൻ സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ഈ ഒരു നിർമ്മിതി. ഓക്കെ, അപ്പൊ ഇതിൽ 20ഓളം പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകത എന്താണ്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഇന്ത്യയിൽ 5ഓളം ജ്യോതിശാസ്ത്ര നിർമ്മിതികളിൽ ഏറ്റവും വലുതും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ജന്തർ മന്ദർ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ബാക്കിയുള്ളത് എവിടെയാണെന്ന് നോക്കാം. ബാക്കിയുള്ളത് ഡൽഹിയില്, ഉജ്ജയിൻ, മധുര, വാരണാസി. അപ്പം ജയ്പൂരിൽ ഒരെണ്ണമുണ്ട്, ഡൽഹിയിൽ ഒരെണ്ണമുണ്ട്, ഉജ്ജയിനിലുണ്ട്, മധുരയിലുണ്ട്, വാരണാസിയുണ്ട്. ഇതെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളാണ്, ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി പ്രത്യേകത, ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ജന്തർ മന്ദർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് വയ്ക്കാം. ഇവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ സഹായിച്ചിരുന്നു എന്നതാണ്. അപ്പം ഇത് പക്ക ക്വാളിറ്റി ഉള്ളതാണ്. എന്താണ്? ആ സമയത്ത് പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ ഇതിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തിരുന്നു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ഈ പേജിൽ പറയുന്നത് ജന്തർ മന്ദർ എന്താണ്, ആരാണ്, ഏത് നൂറ്റാണ്ടിലാണ്, അതിൻ്റെ ഗുണം എന്താണ്, പ്രത്യേകത എന്താണ്, അതുകൂടാതെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബാക്കിയുള്ള ജ്യോതിശാസ്ത്രം, മൊത്തത്തിൽ 5 എണ്ണം ഉണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ സഹായിച്ചിരുന്നു എന്നതുകൂടി ഓർത്തു വെക്കുക. അടുത്തത് ഗ്രീനിച്ച് സമയം അഥവാ ഗ്രീൻവിച്ച് മീൻ ടൈം എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു ക്ലോക്കിന്റെ പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് റോയൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ച്. ഇത് ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്കറിയാമല്ലോ. നമ്മളോട് ചോദിക്കുകയാണ് അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം. അക്ഷാംശവും രേഖാംശവും. അക്ഷാംശം എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്. ഇത് നമുക്കറിയാം ഏറ്റവും വലുത് ഭൂമധ്യരേഖയിലാണ്. മുകളിലോട്ടും താഴോട്ടും വരുന്നതായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, എന്നാൽ രേഖാംശ രേഖകളുടെ അർദ്ധവൃത്തങ്ങളല്ലേ? അപ്പം രേഖാംശ രേഖകൾ എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ എല്ലാം അർദ്ധവൃത്തങ്ങളാണ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം എല്ലാത്തിനും ഒരേ ലെങ്ത് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? ഇതിന്റെ ആവശ്യത്തിന്, അതായത് അന്താരാഷ്ട്ര സമയ നിർണയ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി പോകുന്ന രേഖാംശ രേഖയെ നമ്മൾ 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പോയിന്റ് ഉണ്ട്. എന്താണ് പോയിന്റ്? എവിടെയാണ്? ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണ സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായി നമ്മൾ കണക്കാക്കുന്നു. അപ്പം 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നത് എന്ത്? ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി പോകുന്ന രേഖാംശ രേഖ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് രേഖാംശ രേഖയായി കണക്കാക്കുന്നു. നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നു. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രൈം മെറിഡിയൻ. നമ്മൾ പ്രൈം മെറിഡിയൻ അഥവാ അതുപോലെ തന്നെ പ്രാദേശിക സമയത്തെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാദേശിക സമയത്തെ നമ്മൾ ഗ്രീനിച്ച് സമയമെന്നും ഗ്രീൻവിച്ച് മീൻ ടൈം എന്നും വിളിക്കുന്നു. അപ്പം 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എവിടെയാണ്? അപ്പം ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണത്തിലെ ശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടിയാണ് പോകുന്ന രേഖാംശ രേഖയാണ് 0 ഡിഗ്രി രേഖാംശ രേഖയായി നമ്മൾ കണക്കാക്കുന്നത്. ഇതിന് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നു അല്ലെ? ഈ പ്രാദേശിക സമയത്തെ ഇത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടുന്ന പ്രാദേശിക സമയത്തെ നമ്മൾ ഗ്രീനിച്ച് സമയമെന്നും അതുപോലെ ഗ്രീനിച്ച് മീൻ ടൈം എന്നും പറയുന്നു. ഓക്കെ അല്ലേ? ലോകത്തെവിടെയും യാത്രകൾ സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം ലോകം മൊത്തം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. നമ്മൾ സമയം കണക്കാക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഈ ഗ്രീനിച്ച് സമയത്തിന്റെ ബേസിസിലാണെന്ന് ഓർക്കാം. ഇനി ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതല്ല. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു.
കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം കിഴക്കോട്ട് ഈസ്റ്റിലേക്കാണെങ്കിൽ 4 മിനിറ്റ് കൂടും, പടിഞ്ഞാറോട്ട് വെസ്റ്റിലേക്കാണെങ്കിൽ 4 മിനിറ്റ് കുറയുകയും ചെയ്യും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പം ഗ്രീനിച്ച് സമയം എന്താണ്, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, ഇവിടുത്തെ സമയത്തെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഇവിടെ കൂടെ കടന്നു പോകുമ്പോൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് കൂടുന്നു, വെസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് കുറയുന്നു. ഈ കോൺസെപ്റ്റുകളെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. അതിന്റെ ബേസിസിൽ ഒരു ഇത് നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ഗ്രീനിഷ് മെറിഡിയനിൽ 0 ഡിഗ്രി രേഖാംശം രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ തൊട്ടടുത്ത് 1 ഡിഗ്രി കിഴക്കും 1 ഡിഗ്രി പടിഞ്ഞാറും സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4 മിനിറ്റ് ആണ്, 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് ആണ് അല്ലെ? 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് ആണ്. ഇവിടെ നോക്കണം, ഇത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് എങ്കിൽ ഇവിടെ 10 AM ആണെങ്കിൽ ഈസ്റ്റിലേക്കാണെങ്കിൽ 10:04 ആവും അല്ലെ? 1 ഡിഗ്രി അല്ലെ? 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 4 മിനിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ 10 + 4, അത് കിഴക്ക് ഈസ്റ്റിലേക്കാണെങ്കിൽ എത്രയാവും? 10 + 4 ആവും. 10 + 4, 10നോട് ഈസ്റ്റിലേക്ക് ആവുമ്പോൾ 10 + 4 ആണ് ഈസ്റ്റിൽ. ഇനി വെസ്റ്റിലേക്കാണെങ്കിലോ 10 - 4 അല്ലെ? 10 - 4 ആണ്. അത് നമ്മുടെ സമയത്തിന്റെ കണക്കിൽ 9:56 മണിയോ വെസ്റ്റില്. ഓക്കെ, വ്യക്തമായാലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നോക്കണം, ഗ്രീനിഷ് മെറിഡിയനിൽ എങ്കിൽ ചോദിച്ചിരിക്കുകയാണ് 0 ഡിഗ്രി രേഖാംശം രാത്രി 9 മണിയായിരിക്കുമ്പോൾ 30 ഡിഗ്രി കിഴക്ക് സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30 ഡിഗ്രി കിഴക്ക് സമയം നോക്കണം, ഇവിടെ 9 മണിയാണ്. അപ്പൊ 30 ഡിഗ്രി 1 മണിക്കൂർ എടുത്തിട്ടാണല്ലേ? 15 ഡിഗ്രി കറങ്ങാനായിട്ട് നമുക്ക് 1 മണിക്കൂർ വേണം, അല്ലെങ്കിൽ 60 മിനിറ്റ് വേണം. അപ്പൊ 30 ഡിഗ്രി കറങ്ങാനായിട്ട് നമുക്ക് 2 മണിക്കൂർ വേണം, അല്ലെങ്കിൽ 120 മിനിറ്റ് വേണം അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ, 9 മണിയോടൊപ്പം 2 മണിക്കൂർ കൂട്ടുന്നു, 2 അവേഴ്സ് കൂട്ടുന്നു, അപ്പം 11 മണിയായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ അല്ലേ? ഇനിയും എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് നോക്കാം. ഇന്ത്യയിൽ എങ്ങനെയാണ് മാനക സമയം കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശ്, അതായത് 97 ഡിഗ്രി 25 കിഴക്ക് ഇല്ലേ? നമുക്കറിയാം, നമ്മളിങ്ങനെ വരച്ചിട്ട് നമ്മൾ പറയൂലേ, ഇവിടെ 97 ഡിഗ്രി 25 ഈസ്റ്റ് നമ്മൾ പറയുമല്ലോ. അങ്ങനെ പറയുമ്പോൾ ഈ ഭാഗത്ത് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ് അല്ലേ? അപ്പോൾ ഇങ്ങറ്റത്താവുമ്പോഴാണെങ്കിലോ ഇവിടെ അരുണാചൽ പ്രദേശ് ആണെങ്കിൽ ഇവിടെ ഗുജറാത്ത് ആണ്. ഓക്കെ, ഗുജറാത്ത് എത്രയാണ്? 67 ഡിഗ്രി 7 കിഴക്കാണ്. ഓർത്തോണം, കിഴക്കാണ്. തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസം ഉള്ളതിനാൽ, അപ്പം ഇവിടുന്ന് ഇത് മുതൽ എത്രയാണ്? 30 ഡിഗ്രി ഉണ്ട്. നമ്മൾ പറഞ്ഞു 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2 അവേഴ്സ് ആണ് ഇതിൻ്റെ ഇടയിൽ വ്യത്യാസം വരുന്നത്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് ഏതാണ്? അരുണാചൽ പ്രദേശ് 97-25 ഡിഗ്രി കിഴക്ക്. പടിഞ്ഞാറേ അറ്റമാണ് സംസ്ഥാനമായ ഗുജറാത്ത് 68 ഡിഗ്രി 7 കിഴക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസം, രേഖാംശ വ്യത്യാസം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതുകൊണ്ട് 2 മണിക്കൂറോളമാണ് പ്രാദേശിക സമയം വ്യത്യാസം വരുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നത്. അപ്പൊ സ്വാഭാവികമല്ലേ, ഗുജറാത്തിലുള്ള സമയം അതിന് 2 മണിക്കൂർ കൂടുതലാണ് അരുണാചൽ പ്രദേശിൽ. ആലോചിച്ച് നോക്കൂ. അപ്പം ഇതിനെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി രാജ്യത്ത് ഒരു മാനക സമയം നിർണയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. 7.5 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായി തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കുക, ഈ ഒരു നമ്പർ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി കിഴക്കാണ് എന്നത് ഓർത്തു വയ്ക്കുക. 82.5 ഡിഗ്രി കിഴക്കാണ്. ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ മാനക സമയം എന്താണ്? 82.5 കിഴക്കാണ്. 82.5 കിഴക്കാണ്. ഓർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനി സമയമേഖലകളാണ്, ടൈം സോണുകളാണ് പറയുന്നത്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയം വ്യത്യാസത്തിൽ 24 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, എത്ര ടൈം സോണുകളുണ്ട്? 24 സമയമേഖലകൾ അഥവാ ടൈം സോൺസ് ആണ് നമുക്കുള്ളത്. അപ്പം ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ വ്യാപ്തി ഉണ്ട്. അതും ചോദിക്കാം. ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശം, എത്ര ഡിഗ്രി രേഖാംശ വ്യാപ്തി ഉണ്ട്? 15 ഡിഗ്രി. അപ്പൊ 24 ടൈം സോണ്, ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തി ഉണ്ട് എന്നത് ഓർക്കാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂറാണ്, 2 മണിക്കൂർ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മൾ 82 ഡിഗ്രി മാനക രേഖാംശമായിട്ട് ഇന്ത്യ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു. വ്യത്യാസം കുറവായതുകൊണ്ട് തന്നെ രാജ്യത്തിന് പൊതുവായി ഒരു മാനക സമയം തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ, അപ്പൊ നമുക്ക് ഈ ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 82.5 ഡിഗ്രിയെ നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ വേറെ രാജ്യങ്ങൾ, എസ്പെഷ്യലി റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ, ഇവിടെയൊക്കെ നിരവധി സമയ മേഖലകളും മാനക സമയവും ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്താണ് ആ 2 മണിക്കൂറിനെ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങൾ, USA ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഇവരുടെ എന്താണ്, ഈ രാജ്യങ്ങളെല്ലാം നിരവധി സമയ മേഖലകളും ടൈം സോണുകളും മാനക സമയവും അതായത് സ്റ്റാൻഡേർഡ് ടൈമും ഉണ്ട് എന്നതാണ് പറയുന്നത്. ഇനിയും നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യൻ മാനകരേഖ കടന്നു പോകുന്നത്. അപ്പം ഇന്ത്യൻ മാനകരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇത്രയും സ്ഥലത്തിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഇന്ത്യൻ മാനകരേഖ കടന്നു പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു PYQ ആണ് ആൻസർ വരുന്നത്. അതിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കണം, ഗ്രീനിഷ് രേഖയും ഇന്ത്യൻ മാനക രേഖാംശ രേഖയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞു. എത്രയാണ്? 82.5 ഡിഗ്രി ആണ്. അപ്പം ഇത് തമ്മിലുള്ള സമയ വ്യത്യാസം നമുക്ക് എങ്ങനെയാണ് നമുക്ക് പറയാം അല്ലേ? 82 നമ്മൾ 4 കൊണ്ട് ഇത് ചെയ്യുന്നു, 330 മിനിറ്റ്. അപ്പം അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 മണിക്കൂർ 30 മിനിറ്റ്. ഈ 5 മണിക്കൂർ 30 മിനിറ്റിന്റെ കാര്യം സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യൻ മാനകരേഖ കടന്നു പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യൻ മാനകരേഖ കടന്നു പോകുന്നത്. അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇന്ത്യയുടെ മാനകരേഖയുടെ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതും ആ സമയ വ്യത്യാസം എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണ് എന്ന് നോക്കാം. 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ ഒറ്റ രേഖാംശ രേഖയാണെന്നാണ് മനസ്സിലാക്കാം. അതായത് 180 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശത്തായി 24 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ ഇന്ത്യയുടെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ അല്ലേ, ഈസ്റ്റിലേക്ക് പോകുന്തോറും 2 മണിക്കൂർ കൂടുന്നു, 2 മണിക്കൂർ വെസ്റ്റിലേക്ക് പോകുന്നതോറും കുറയുന്നു പറഞ്ഞു. ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇവിടെ പറഞ്ഞാൽ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് 180 ഡിഗ്രി വെസ്റ്റും ഇത് 180 ഡിഗ്രി ഈസ്റ്റുമാണ്. ഇതാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഡിസംബർ 25 6 PM ആണ് എങ്കിൽ ഇവിടെ കറക്റ്റ് പറയുന്നത് 12 മണിക്കൂർ ഇവിടെ കൂടുതലാണ്. 12 മണി ഇവിടെ 6 PM ആണെങ്കിൽ ഇവിടെ 6 AM ആണ്. ഇവിടെ പോയാൽ 12 മണിക്കൂർ ഇവിടെ കുറവാണ്. ഇത് കൂടുതലാണ്. അപ്പം ഇതിന്റെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പം മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവും. ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ആൾക്ക് ഒരു കലണ്ടർ ദിനം എന്ത് ചെയ്യും? നഷ്ടമാവും. ഇവിടോട്ട് ചെയ്യുന്ന ആൾക്ക് ഒരു കലണ്ടർ ദിനം ലഭിക്കും. ഓക്കെ, ഓർത്തു വെക്കുക. അപ്പം ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂറാണ് സമയ വ്യത്യാസമുള്ളത്. അപ്പൊ ഇത് തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള സമയ വ്യത്യാസം 24 മണിക്കൂറാണ്. ഓക്കെ,
അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നു. അപ്പം അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 180 ഡിഗ്രി രേഖാംശ രേഖയാണ്. 0 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് തരും. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നതെന്ന് ഓർക്കുക. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. അപ്പം എന്താണ് അവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോയി, അതായത് വെസ്റ്റിലേക്ക് പോകുന്തോറും എന്താണ് ഒരു ദിവസം കൂട്ടും. ഇനി ഈസ്റ്റിലേക്ക് പോകുമ്പോഴാണെങ്കിലോ അത് ഒരു ദിവസം കുറച്ചും അവർ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നത് ഓർക്കാം. ഇനി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാനായി ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചിത്രം ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടടാ, ഇത് ഇവിടെ കണ്ടോ, ഈ വരച്ചിരിക്കുന്നത് കണ്ടോ? അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ 2 വശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയതാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ കാണുന്നത് പോലെ പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിന്റെ ആ ഭാഗത്ത് ആൾതാമസമുള്ള സ്ഥലങ്ങളിൽ ജനവാസ മേഖലയിൽ കരഭാഗങ്ങളെ ഒഴിവാക്കുന്ന വിധം അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന ഈ പാഠത്തിന്റെ 2ാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ആദ്യം ഋതുക്കളെ കുറിച്ച് പറഞ്ഞു. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ഋതുക്കളാണ് വസന്തം, ഗ്രീഷ്മം, ശരത്കാലം, ശൈത്യകാലം. എന്തുകൊണ്ടാണ് ഋതുക്കൾ വരുന്നത്, കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ഋതുക്കൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പിന്നെ പറഞ്ഞു പ്രധാനപ്പെട്ട ഋതുക്കളും ആ കാലഘട്ടത്തിലുള്ള പ്രത്യേകതയും, അല്ലെ? പകലിന്റെ ദൈർഘ്യം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വസന്തകാലത്തിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു എന്ന് പറഞ്ഞു. ദൈർഘ്യമേറിയ പകലുകൾ ഉള്ളത് സമ്മറിലാണെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെന്ത് പറഞ്ഞു? പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നത് ശരത്കാലത്തിലാണെന്നും പൊതുവെ ദൈർഘ്യമേറിയ രാത്രികൾ ഉള്ളത് ശൈത്യകാലത്തിലാണെന്നും നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിന്റെ ആ ചാർട്ട് സൂര്യന്റെ അയനം അനുസരിച്ച്, അല്ലെ, മാർച്ച് 21 നിന്നും 21 ഭൂമധ്യ രേഖയിൽ നിന്നും ജൂണിലേക്ക്, അതായത് ജൂൺ ആവുമ്പോൾ ഏകദേശം ഉത്തരായന രേഖയിലെത്തും. അപ്പോൾ ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലം. തിരിച്ച് അവിടെ നിന്ന് ജൂൺ 21 തിരിച്ച് സെപ്റ്റംബർ 23 വീണ്ടും എവിടെ എത്തുന്നു? ഭൂമധ്യരേഖയിലേക്ക് എത്തുന്നു. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവുമാണ്. വീണ്ടും സൂര്യന്റെ സ്ഥാനം സെപ്റ്റംബർ 23 തിരിച്ച് ഡിസംബർ 22 ആവുമ്പം ഇത് ദക്ഷിണായന രേഖയിലെത്തുന്നു. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമാണ്. തിരിച്ച് സൂര്യൻ അവിടെ നിന്ന് തിരിച്ച്, അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്ക് തിരിച്ചു വരുന്നത് മാർച്ച് 21. അപ്പൊ ഡിസംബർ 22 തിരിച്ച് മാർച്ച് 21 ആവുമ്പം എവിടെ എത്തുന്നു? വീണ്ടും ഭൂമധ്യ രേഖയിലെത്തുന്നു. അതാണ് ശൈത്യകാലം. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവുമാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ യാത്ര അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ, ഋതുഭേദങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞു, അല്ലെ? സെപ്റ്റംബർ 23 മാർച്ച് 21 സൂര്യൻ എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ്. അപ്പോൾ ആ ഉത്തരാർദ്ധഗോളത്തിലായിക്കോട്ടെ ദക്ഷിണാർദ്ധഗോളത്തിലായിക്കോട്ടെ പകലുകളുടെയും രാത്രിയുടെയും ദൈർഘ്യം സെയിം ആണ്. പിന്നെ അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു, കാലത്തിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് നോക്കാം. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞു? അതുമായിട്ട് ബന്ധപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ് ജസ്റ്റ് ആൻസർ ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞത് പരമ്പരാഗത ഋതുക്കളാണ്. ഇതൊന്ന് നോക്കി വെക്കുക. ഈ ഭാഗത്തുനിന്ന് വസന്തകാലം ഏത് കാലഘട്ടത്തിൽ? വസന്തം മാർച്ച് ഏപ്രിൽ. ഗ്രീഷ്മം നിങ്ങൾ ഇത് പഠിക്കുക. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് 2 മാസം വെച്ച് മാർച്ച് മുതൽ മാർച്ച് ഏപ്രിൽ വസന്തം, മെയ് ജൂൺ ഗ്രീഷ്മം, ജൂലൈ ഓഗസ്റ്റ് വർഷം, സെപ്റ്റംബർ ഒക്ടോബർ ശരത്കാലം, നവംബർ ഡിസംബർ ഹേമന്തകാലം, ജനുവരി ഫെബ്രുവരി എന്താണ് ശിശിരകാലം. ഈ ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, PYQ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് PYQ ചോദിച്ച ഭാഗമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പ്രത്യേകിച്ച് LGS LDC ലെവലിൽ. അത് കഴിഞ്ഞ് നമ്മൾ സമയത്തെക്കുറിച്ച് പറഞ്ഞല്ലേ, ഒരു ഭ്രമണത്തിൽ ഭ്രമണം തിരിയാൻ, അതായത് ഒരു ഭ്രമണം, ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാനായിട്ട് 24 മണിക്കൂർ വേണം, അല്ലേ? അപ്പോൾ 15 ഡിഗ്രി തിരിയാനായിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് ആണ്. ആ ഒരു വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, PYQ ആണ്. പിന്നെ ആ സമയം ഡിഫറൻസ് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം പ്രാദേശിക സമയം എന്താണ്, അതെങ്ങനെയാണ് കണക്കാക്കുന്നത്, അതായത് ലോക്കൽ ടൈം.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈമാണ്. അതിന് എടുത്തിരിക്കുന്നത് 7.5 ഡിഗ്രി ആ ഒരു ഗുണിതങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ജന്തർ മന്ത്രാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. അതിൽ ജന്തർ മന്ത്രിന്റെ പ്രത്യേകത, ഏത് നൂറ്റാണ്ടിൽ ആരാണ് അത് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് നമ്മൾ ഗ്രീൻവിച്ച് സമയം അഥവാ ഗ്രീൻവിച്ച് മീൻ ടൈം ആണ്. പ്രൈം മെറിഡിയൻ, അതുപോലെ ഗ്രീൻവിച്ച് മീൻ ടൈം കണക്കാക്കുന്നത്, അതുപോലെ തന്നെ ആ 4 മിനിറ്റിന്റെ അല്ലേ, ആ 4 മിനിറ്റ് ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ പിന്നീട് നോക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ 82.5 ഡിഗ്രി കിഴക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കൃത്യമായിട്ട് പ്രാദേശിക സമയത്തെ എങ്ങനെയാണ് മാനക സമയമായി കണക്കാക്കുന്നത് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ പറയുന്നത് ടൈം സോണുകൾ, സമയരേഖകളാണ്. 24 മേഖലകളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഓരോ മേഖലയിൽ നമ്മൾ 15 ഡിഗ്രി രേഖാംശ വ്യാപ്തി ഉണ്ടെന്നും ഇവിടെ പറഞ്ഞു. ആ ഡിഫറൻസ്, ഇന്ത്യയുടെ കാര്യം എടുത്ത് ആ ഒരു 2 മണിക്കൂറിന്റെ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്നും, ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ എന്താണ് ആ ടൈമിന് വേരിയേഷൻ വരുന്നില്ല. പക്ഷേ റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യൻ മാനകരേഖ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിൽ ഏതിലൂടെയൊക്കെ കടന്നു പോകുന്നു, ഏതിലൂടെയൊക്കെ കടന്നു പോകുന്നില്ല, അല്ല അങ്ങനെ എല്ലാം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വെറുതെ ഈ താഴെ പറയുന്നതിൽ മാനവ രേഖാംശ രേഖകൾ കടന്നു പോകാത്തത് ഏതാണ്, കടന്നു പോകുന്നത് ഏതാണ്, എങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ 5 മണിക്കൂർ 30 മിനിറ്റ്. ഈ കാര്യവും സ്ഥിരമായിട്ട് PYQ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ കാൽക്കുലേഷൻ ജസ്റ്റ് പറഞ്ഞു പോയത്. അതിനുശേഷം നമ്മൾ ആ ഒരു പ്രൈം മെറിഡിയൻ അഥവാ 0 ഡിഗ്രി ഗ്രീൻവിച്ചിലെ അതിൽ നിന്ന് വെസ്റ്റിലേക്കും ഈസ്റ്റിലേക്കുമുള്ള മൂവ്മെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അത് കലണ്ടർ ദിനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുമാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന ഈ പേജിലൂടെ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട ഈസ്റ്റിലേക്കും വെസ്റ്റിലെ മൂവ്മെന്റ് വരുമ്പോൾ യാത്രികത അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് 180 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നതെന്നും ഇവിടെ പറഞ്ഞു. പിന്നെ ഈ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഈ വശങ്ങളിലായി 2 ദിവസം വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാൽക്കുലേഷൻ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും ആ പിക്ചറിനെ കുറിച്ചുമാണ് ഈ പേജിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയായിരുന്നു. നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നോക്കിയത്. കൃത്യമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സീസൺസ് എന്നായിക്കോട്ടെ, ലോഞ്ചിറ്റ്യൂഡിലെ ആ കാൽക്കുലേഷൻസ് എന്നായിക്കോട്ടെ, ഒരുപാട് ചോദ്യങ്ങൾ PYQ വന്നിട്ടുണ്ട്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അടുത്തൊരു SCERT ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. കൂടുതൽ SCERT ക്ലാസ്സുകൾക്കായിട്ട് സഹകാരി റൈസ് പ്ലസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. താങ്ക്